മാന്യ പ്രേക്ഷകർക്ക് നാഥൻ ചാനലിലേക്ക് സ്വാഗതം. കാഴ്ചയുടെ ലോകം എന്ന് ആരംഭിക്കുന്ന എപ്പിസോഡിൻ്റെ 3-ാം ഭാഗമാണ് പ്രക്ഷേപണം ചെയ്യുന്നത്. കൊല്ലം ജില്ലയിൽ ചാത്തന്നൂർ എന്നുള്ള സ്ഥലത്ത് തിരുമുക്കിൽ നിന്നുമാണ് ഇത് പ്രക്ഷേപണം ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഹെഡിങ് കാണാം, ആനന്ദതീരം എന്ന് പറയുന്ന ഭിന്നശേഷിയുള്ള കുട്ടികളുടെ ഒരു സ്ഥാപനത്താണ് ഇന്ന് നമ്മൾ ചാനൽ ആരംഭിക്കുന്നത്. എല്ലാ ചാനൽ പ്രേക്ഷകരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. എങ്കിൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇവിടുത്തെ ഡയറക്ടറായ ആ മേഡത്തിൻ്റെ മുന്നിലേക്ക് പോവുകയാണ്. കുറച്ച് കാര്യങ്ങൾ മേഡത്തിൽ നിന്നും ചോദിച്ചു മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ നമസ്കാരം മേഡം. മേഡത്തിൻ്റെ പേരെന്താണ്? അജിതകുമാരി. മേഡം, ഇവിടെ എത്ര കുട്ടികളാണ് ഉള്ളത്? 55 കുട്ടികളുണ്ട്. മേഡം, ഇത് ഏത് വർഷമാണ് തുടങ്ങിയിട്ട് എത്ര വർഷമായി? 5 വർഷം കഴിഞ്ഞു. 2014 മെയ്യിലായിരുന്നു തുടങ്ങിയത് അല്ലേ? മേഡം, ഇവിടെ കുട്ടികൾക്ക് അച്ഛനും അമ്മയൊക്കെ ഉള്ള കുട്ടികളാണോ ഇവിടെ കൊണ്ടാക്കിയിട്ടുള്ളത്? കുട്ടികളുണ്ട്, രക്ഷകർത്താക്കൾ ഇല്ലാത്തവരുണ്ട്, പിന്നെ പോലീസ് സ്റ്റേഷൻ മുഖാന്തരം അങ്ങനെ വരുന്നവരുണ്ട്, CWC മുഖാന്തരം അങ്ങനെ വരുന്ന കുട്ടികളും ഉണ്ട്. വരുന്നു. അപ്പോൾ ടോട്ടൽ എത്ര കുട്ടികളുണ്ടെന്ന് പറഞ്ഞു? 55 കുട്ടികൾ. മേഡം, ഈ 55 കുട്ടികൾക്ക് ഗവൺമെന്റിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യം, ഗ്രാൻഡ് വല്ലതും കിട്ടുന്നുണ്ടോ? നമ്മുടെ സ്ഥാപനത്തിന്റെ ബേസ് ചെയ്ത് ഗ്രാൻഡുകളൊന്നും ഇതുവരെയും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതേ ഒന്നുകൂടെ ഈ ഉദ്യോഗസ്ഥരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ ഈ ചാനൽ പ്രക്ഷേപണം ചെയ്യുന്നതിൽ അതുകൂടെ ശ്രദ്ധിക്കണം. മേഡം പറയുന്ന കാര്യം, ഗ്രാൻഡുകളൊന്നും ലഭിക്കുന്നില്ല, വളരെ ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ സർക്കാർ ഇതൊന്ന് തിരിഞ്ഞു നോക്കി എന്തെങ്കിലും ഒരു ധനസഹായം ഈ സ്ഥാപനത്തിലേക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. അതേപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരും നമുക്ക് ഇതിലേക്ക് എന്തെങ്കിലും സഹായിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുണിയായിട്ടോ അല്ലെങ്കിൽ ആഹാരമായിട്ടോ, പ്രേക്ഷകരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി, ബർത്ത്ഡേ, ഇങ്ങനെയൊക്കെ വരുന്ന ഓരോ സെലിബ്രേറ്റ് വരുമ്പോൾ ഇവിടെ ഈ കുട്ടികൾക്ക് ഒരു നേരത്തെ ആഹാരമെങ്കിലും അന്നദാനമെങ്കിലും നിങ്ങൾ ചെയ്യുക എന്നാണ് എൻ്റെ ഈ ചാനലിൽ കൂടെ ഉള്ള ഒരു അറിവ്. സമൂഹത്തിൽ നിന്നും ധനസഹായം വല്ലതും ലഭിക്കാറുണ്ടോ മേഡത്തിന്? പൊതുജനങ്ങളുടെ സഹായമുണ്ട്, അവരുടെ ഒരു സപ്പോർട്ടിൽ മാത്രമാണ് ഇത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ. അപ്പോൾ മേഡം പറഞ്ഞതെല്ലാം കേട്ടല്ലോ. അപ്പോൾ ഇവിടുത്തെ ഈ കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം നമുക്കിനി ഇവിടെയുള്ള കുട്ടികളെ കുറിച്ച് കാണാം, കുട്ടികളുടെ വിഷ്വൽ നമുക്ക് കാണാം. നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാ പ്രേക്ഷകരും ഒന്ന് നോക്കുക, ഒന്ന് സഹായിക്കുക, ഈ ചാനലിനെ വിജയിപ്പിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് കുട്ടികളെ കാണാൻ വേണ്ടി പോകുന്ന ഒരു എൻട്രി ഫീസാണ്. ഈ പടിക്കെട്ട് വഴി ഇങ്ങനെ ഇറങ്ങിപ്പോകണം. ഇപ്പോൾ ഊണ് സമയമായിരിക്കും, കുട്ടികൾ ആഹാരമൊക്കെ കഴിക്കുന്ന ഒരു സമയമായിരിക്കും. എങ്കിലും നമുക്ക് അവരെല്ലാം ഈ വീഡിയോസിൽ കൂടി നിങ്ങൾക്കൊരു പകർത്തി തരാൻ വേണ്ടിയുള്ളൊരു ചാൻസ് ഇവിടെ മേഡം ഒരുക്കി തന്നതിന് വളരെ നന്ദിയുണ്ട്. എങ്കിൽ തന്നെയും നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പം നമുക്ക് ഇവിടെയുള്ള കുട്ടികളെയൊക്കെ നമ്മളൊന്ന് കാണുകയാണ്. എല്ലാവരും ഇവിടെ നിൽക്കുകയാണ്. നമസ്തേ.
നാഥൻ എൻ്റെ പേര് നാഥൻ. അപ്പോൾ കണ്ടല്ലോ ഇവിടെ ഇത്രയും കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ നാട്ടുകാരായ നിങ്ങൾ നല്ലവരായ നാട്ടുകാരുടെ സഹായമെല്ലാം ഇവിടെ എത്തിച്ചു കൊടുക്കുക. അത് മാത്രമല്ല ഗവൺമെൻറ് ഇതിലേക്ക് മുൻകൈയിട്ട് ഈ മാക്സിമം ഈ ആനന്ദലത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്ത് കൊടുക്കണം എന്നാണ് എന്നെ പറഞ്ഞത്. ഇപ്പോൾ ഇവിടെയുള്ള ഒരു കുട്ടി നമ്മളെ മുമ്പേ പാടാൻ പോകുന്നു. ഒരു പാട്ട് നമുക്കിപ്പോൾ കേൾക്കാം. സ്വപ്നം ധരിച്ചാൽ ദുഃഖം മറന്നാൽ ശാന്തി ലഭിക്കും മനസ്സേ. കരയരുതേ കണ്ണീരിലലിയുന്ന പാട്ടുപാടാ ഞങ്ങൾ കണ്ണീരിലലിയുന്ന പാട്ടുപാടാ. കണ്ണിനും കരളിനും കൂരിരു നൽകിയ കാരുണ്യവാനോടൊരു ചോദ്യം. ഇനിയൊരു ജന്മം തന്നിടുമോ ഈ നിറമാങ്ങ പൂവിനെ കാണാൻ, കനിവാങ്ങരമ്മയെ കാണാൻ. കൊള്ളാം. വെരി ഗുഡ്. അപ്പം നിങ്ങളെല്ലാം നല്ല രീതിക്ക് പഠിക്കുന്ന ആൾക്കാരാണോ? നല്ല രീതിക്ക് പഠിക്കുന്നവരാണ് അല്ലേ? പാട്ട് കൊള്ളാം. മോൻ്റെ പേരെന്താണ്? ദീപു. വെരി ഗുഡ് കേട്ടോ. ഇനി അടുത്ത ഒരു പാട്ട് ഇനി കേൾക്കാം. ഇന്നോ ഞാൻ എൻ്റെ മുറ്റത്തോരറ്റത്ത് പൊന്നാരിച്ചൊരു മുല്ലേ നട്ടു. കണ്ണീർ തേവി നനച്ചു കിനാവിൻ്റെ പൊന്തൂവൽ കൊണ്ട് പന്താനിട്ടു. മിണ്ടാനെത്തിയ കാറ്റൊരു കൗതുകം കൊണ്ട വള്ളിയിലൊന്ന് തൊട്ടു. രണ്ടാം നാളെൻ്റെ ജീവനമൊട്ടവനെന്തേ വന്ന് കട്ടു. ഇരുട്ടിൻ്റെ കുട്ടിൽ കൊണ്ടിട്ടു. ഇന്നോ ഞാൻ എൻ്റെ മുറ്റത്തോരറ്റത്ത് പൊന്നാരിച്ചൊരു മുല്ലേ നട്ടു. മിണ്ടാനെത്തിയ കാറ്റൊരു കൗതുകം കൊണ്ട വള്ളിയിലൊന്ന് തൊട്ടു. രണ്ടാം നാളെൻ്റെ ജീവനമൊട്ടവനെന്തേ വന്ന് കട്ടു. ഇരുട്ടിൻ്റെ കുട്ടിൽ കൊണ്ടിട്ടു. വളയിട്ട് കൈകൊട്ടി പാടുന്ന തത്തമക്കളിലൂടെ പാട്ടൊന്നും കേട്ടില്ല. മണ്ണാത്തി പുള്ളിയിൽ മണ്ണാര കണ്ണിന് മണ്ണപ്പഞ്ചിട്ട് കൊടുത്തില്ല ഞാൻ. വെരി ഗുഡ്. എല്ലാവരും ഒന്ന് കൈയടിച്ച് ക്ലാപ്പ് ചെയ്ത് വെരി ഗുഡ്. നന്നായിട്ട് പാടുന്നു. മോളെ പേരെന്താണ്? നവ്യ. പഠിക്കുന്നത്? എത്ര പഠിക്കുന്നത്? ഇവിടെ തന്നെ പഠിക്കുന്നു അല്ലേ? ശരി. അടുത്തത് ഏറ്റവും പ്രായം കുറഞ്ഞൊരു മോളിനെ ഇപ്പോൾ കാണിക്കാം. മോളെ പേരെന്താണ്? അതില്ല, മിന്നു. മിന്നു എന്ന് പറയുന്ന ഒരു കൊച്ചിനെയാണ് ഞാനിപ്പോൾ വീഡിയോ വിഷ്വൽ വഴി കാണിക്കുന്നത്. അപ്സരയാണ്. അടുത്ത അപ്സരയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അനേകം നമുക്ക് പറഞ്ഞിട്ടുള്ള കുട്ടികൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ചാനൽ പബ്ലിക്കിൻ്റെ മുമ്പേ ഞാനിത് പ്രക്ഷേപണം ചെയ്യാൻ കാര്യമെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ടുള്ള കഴിവിൻ്റെ പരമാവധി ഇവിടെ സഹായിക്കുക. ഇവിടുത്തെ അഡ്രസ്സും ഇവിടുത്തെ ബാങ്ക് അക്കൗണ്ട് IFSC കോഡ് എല്ലാം കൂടെ ഞാൻ ഇതിനകത്ത് പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. അതനുസരിച്ച് മാക്സിമം ഇത് ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നാഥൻ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിലുള്ള നിങ്ങൾക്ക് വീഡിയോസ് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിൽ പ്രായം ആയവരും നമുക്കുണ്ട്, കുട്ടികൾ മാത്രമല്ല പ്രായമായവരും നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ ഇവരെല്ലാം പത്മതീർത്ഥകരയിൽ ഒരു പച്ചില മാളിയക്കാട്ടിൽ പിച്ചകപ്പൂമരക്കൊമ്പിൽ എൻ്റെ ചിത്തിരമാസ കിളികൾ ഓരോ കിളിയെയും പാടിയുറക്ക. ഓമനത്തിങ്കൾ താരാട്ട് ആണ്ടോളാണ്ടു പിറന്നാലേ അത്ത തിരുനാൾ പിറന്നാലേ. അമ്മയിണം കയ്യിലും അവയ്ക്കും അച്ഛൻ്റെ കയ്യിലും അവയ്ക്കും പാലോടിച്ചു വളർത്തും ഞാനൊരു കടിഞ്ഞോൾ മൂത്തല്ലോ.
വെരി ഗുഡ് നന്നായിരുന്നു. പാട്ട് നന്നായിരുന്നു. നന്ദിയുണ്ട് എൻ്റെ ചാനലിന് വേണ്ടി നിങ്ങൾ പാടിയതിൽ എല്ലാം. അപ്പം നമുക്കിനി അങ്ങോട്ട് പോവുകയാണ്. ഇപ്പോൾ ഈ പ്രേക്ഷകർ എല്ലാവരും കേട്ട് കാണും. ഇതെല്ലാം കാണുന്നവർ ദയവ് ചെയ്ത് ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്, ഈ സ്ഥാപനത്തിന് വേണ്ടി നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ സഹായിച്ചു കൊടുക്കുക. അത് വസ്ത്രമായിട്ടായിരുന്നാലും അതല്ല, നിങ്ങൾക്ക് പിന്നെ സാമ്പത്തികമായിട്ട് സഹായിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ സഹായിക്കുക. നമുക്ക് അതിൻ്റെ അക്കൗണ്ട് നമ്പരും IFSC കോഡ് നമ്പരും എല്ലാം ഇതിൽ പ്രദർശിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി അവിടെ നമുക്ക് എഴിച്ച് നടന്ന് വരാൻ പറ്റാത്ത കുറച്ച് കുട്ടികളുണ്ട്. ആ കുട്ടികളെ കൂടെ നമുക്ക് കാണാം. ഇതിൻ്റെ പേര് സുനി എന്നാണ് പേര്. സുനി എന്നാണ് പേര്. സംസാരിക്കില്ല. അപ്പോൾ സംസാരശേഷി കുറവുള്ളതാണ് കണ്ട. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് ഇവിടെ ഡയറക്ടർ. വളരെ നല്ല വൃത്തിയുണ്ട് ഇവിടെ. തറയൊക്കെ നല്ല വൃത്തിയുണ്ട്. നല്ലപോലെ വസ്ത്രമൊക്കെ നല്ലപോലെ കൊടുത്തിട്ടുണ്ട്. ആഹാരമൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ആഹാരം കൊടുക്കുന്നുണ്ട്. നല്ല വൃത്തിയോടുകൂടിയുള്ള ഒരു സ്ഥലമാണ് ഈ. ഇതും അപ്പോൾ പ്രേക്ഷകർ ഇതെല്ലാം കാണണം. പ്രേക്ഷകർ ഇത് കാണണം. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് കണ്ണുള്ളവർ ഇത് കാണണം. അതിനു വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്നത്. ഇതേപോലെ പാവപ്പെട്ട കുറച്ച് ജനങ്ങളും നമ്മുടെ ഈ ലോകത്തുണ്ട്, കഷ്ടപ്പാട് അനുഭവിച്ച് ജീവിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പം നിങ്ങളിത് മാക്സിമം ഷെയർ ചെയ്യുക. ഈ സ്ഥാപനത്തിന് വേണ്ടി ഉള്ള സഹായം നിങ്ങൾ മാക്സിമം ചെയ്യുക. അപ്പം നമുക്ക് നേരെ പുറത്തോട്ടുള്ള വിഷ്വലൊക്കെ നമുക്കൊന്ന് കാണാം. എല്ലാം നല്ല വൃത്തിയായിട്ടുള്ള സ്ഥലമാണ്. നന്നായിട്ട് നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട്. തറ കണ്ടാൽ തന്നെ അറിയാം. നല്ല നീറ്റായിട്ട് ഉള്ള ഒരു ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. നല്ല നീറ്റുണ്ട്. നല്ല വൃത്തിയോടുകൂടിയാണ് എല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ മാന്യ പ്രേക്ഷകർ എൻ്റെ ഈ വീഡിയോ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നതിൽ എനിക്ക് വളരെ നന്ദിയുണ്ട്. നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇനി ഓഫീസിലോട്ടൊന്ന് പോകാം. ഓഫീസിലോട്ട് പോയിട്ട് നമുക്ക് അതിൻ്റെ IFSC കോഡും അക്കൗണ്ട് നമ്പരും ഇവിടെ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പരും ഇപ്പോൾ ഇവിടുത്തെ ഡയറക്ടർ നമുക്ക് ഇതിൽ വീഡിയോയിൽ കൂടെ നമുക്ക് പകർന്നു തരും. അത് കിട്ടിയ ശേഷം നിങ്ങളത് കാണുക. കണ്ടിട്ട് നിങ്ങളിലുള്ള കഴിവിൻ്റെ പരമാവധിയുള്ള സഹായങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കുക. ഈ ആനന്ദ തീരം എന്ന് പറയുന്നത് നമുക്ക് ചാത്തന്നൂർ, കൊല്ലം ജില്ലയിൽ ചാത്തന്നൂർ പാലമുക്ക് എന്ന് പറയും, തിരുമുക്ക്, അവിടെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഡയറക്ടർ മേഡം ഇപ്പോൾ അക്കൗണ്ട് നമ്പരും ഇതും വെള്ള പേപ്പർ നമുക്ക് ഇതിനകത്ത് എഴുതി പ്രദർശിപ്പിക്കുന്നതായിരിക്കും, IFSC കോഡ്. അപ്പോൾ മേഡത്തിനെ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പരും കൂടെ ഞാൻ ഇതിനകത്ത് നിങ്ങൾക്ക് വിഷ്വലായിട്ട് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തുണ്ട്, നമുക്കേ ഇതിനകത്തുണ്ട്. പക്ഷെ ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നില്ല. ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നില്ല. നോക്കട്ടെ ഞാൻ. ഒന്ന് എഴുതിയെങ്കിൽ വെള്ള പേപ്പറിൽ എഴുതിയിട്ട് ഇതങ്ങ് എഴുതിയാൽ മതി. IFSC കോഡ്, അക്കൗണ്ട് നമ്പരും IFSC കോഡ്, ഏത് ബ്രാഞ്ചാണ്. അക്കൗണ്ട് നമ്പർ 6732347700. ഏത് ബ്രാഞ്ചെന്നും കൂടെ എഴുതണം. അപ്പോൾ മാന്യ പ്രേക്ഷകർ ഒന്നുകൂടെ ഞാൻ പറയുന്നതൊന്ന് കേൾക്കുക. മാക്സിമം ഈ സ്ഥാപനത്തിലേക്ക് വേണ്ടിയുള്ള സഹായം നിങ്ങൾ ചെയ്യുക. അതിന് വേണ്ടുള്ള പുണ്യം നമുക്കത് കിട്ടും. നമ്മുടെ ഒരു കാരുണ്യ പ്രവർത്തനമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോസ് എന്ന് പറഞ്ഞാൽ കാരുണ്യ പ്രവർത്തനത്തിൽ കൂടി മുമ്പോട്ട് പോകാൻ ഉദ്ദേശിക്കുന്ന ഒരു വീഡിയോ ആണ് നാഥൻ വീഡിയോസ്. അപ്പോൾ ഞാൻ ഇതിൽ IFSC കോഡ് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്തെങ്കിലും എനിത്തിങ്സ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മേഡത്തിൻ്റെ നമ്പരും കൂടെ ഒന്ന് അതിനകത്ത് താഴെ മൊബൈൽ നമ്പർ എഴുതുന്നുണ്ട്. ആ മൊബൈലിലോട്ട് വിളിച്ച് കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വസ്ത്രം വല്ലതും ദാനം ചെയ്യാനുണ്ടോ, അല്ല നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ദാനം കൊടുക്കാൻ, സാമ്പത്തിക സഹായം ചെയ്യാനുണ്ടെങ്കിൽ ആ ലെവലിൽ ഈ നമ്പറിലോട്ടൊന്ന് വിളിക്കുക.
എൻ്റെ ഈ വീഡിയോ നാളെ 8 മണിക്ക് നിങ്ങളുടെ എല്ലാവരുടെ കൈകളിലും ഇത് അപ്ഡേറ്റ് ആയിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെ കയ്യിലും ഇത് കിട്ടും. എല്ലാവരും എൻ്റെ ഈ ചാനൽ ക്ഷമയോടുകൂടി കണ്ടതിന് നന്ദി പറയുന്നു. അതൊന്ന് രണ്ടാമതായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നാഥൻ ചാനൽ എന്നുള്ളത് യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടും. നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. കാഴ്ചയുടെ ലോകം എന്നാണ് അതിൻ്റെ ഹെഡിങ് കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾ ചെയ്യുക. മാക്സിമം ഈ സ്ഥാപനത്തിന് നിങ്ങളൊന്ന് സഹായിക്കുക. ഞങ്ങൾ ഇനി അടുത്ത വീഡിയോസ് ചെയ്യുന്നത് ഇതേപോലെ കാരുണ്യ പ്രവർത്തനമായിട്ടുള്ള സ്ഥലങ്ങളിലാണ് ഞങ്ങൾ യാത്ര തിരിക്കുന്നത്. ഓക്കെ, ബൈ.